ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വേവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യും. കുറഞ്ഞ തീയിൽ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിവിടെ അയലമീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അയലമീനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കിയ അയലമീൻ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം മസാലയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് മീൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ച് നാളികേരം ഒഴിച്ചു കൊടുക്കുക. ഇനി കറി ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. കറിയെല്ലാം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
താങ്ക് യു.